C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നിന്റെ പുള്ളിയെ എന്താ അല്ല, നീ ഇവിടെ ഒന്ന് കുത്തിയിരിക്കാന്നോ? നീ എന്താ ഇവിടെ? ഞാൻ പുല്ലൊക്കെ പറിക്കാച്ചാ. നീ അതാണോ പുല്ല് പറിക്കുന്നത്? അതിനേക്കാൾ ഇച്ചിരി തടവൊക്കെ എടുത്ത് ചാനകത്തോട്ടിൽ പറിച്ചിട്ടുണ്ട്. അത് പറിച്ചടാ. പറമ്പിൽ മുഴുവനേ അതിന് വളമാവത്തില്ലയോ? പറമ്പിൽ മുഴുവൻ പുല്ല് ഇങ്ങനെ മുളക്കുക. അച്ഛൻ എന്താ വന്നേ? നീ വന്നേ, ഇങ്ങോട്ട് വേടാ. എന്താ അച്ഛാ? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? പങ്കിയേ നിന്റെ അമ്മാവന, അയാളോട് വലിയ അടുപ്പവും സംസാരമൊന്നും വേണ്ട. എന്ത് പറ്റി? അതിന് കാര്യമുണ്ടെന്ന്. എന്താന്ന്? എടാ, അയാൾ എന്തോ സംസാരിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ സംസാരിക്കുന്നതല്ല പിന്നെ സംസാരിക്കുന്നത്, പിന്നെ സംസാരിക്കുന്നതല്ല ഇപ്പൊ സംസാരിക്കുന്നത്. എന്താ പോലും പറ്റിയേ? അതിപ്പോ നിന്നോട് പറയാൻ പറ്റത്തില്ല. അതെന്താ എന്നോട് പറഞ്ഞാല്? അതെന്താന്ന് വെച്ചാൽ നിന്നോട് പറഞ്ഞാൽ നീ നാട് മൊത്തം നടന്ന ആളുകളുടെ ചെവി പറഞ്ഞിട്ട് വഷളാക്കത്തില്ലയോ? അച്ഛൻ എന്താ അമ്മാവനും പറ്റുന്ന പറയച്ചാ ഞാൻ ആരോടും പറയില്ല. ഇവിടെ നീ എന്തുവാ അച്ഛൻ പറഞ്ഞേ? നിന്നോട് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. അച്ഛൻ അനന്തേട്ടനോട് പറഞ്ഞാ? അനന്തനോട് പറഞ്ഞില്ല, അനന്തൻ എന്നോട് പറഞ്ഞു. അനന്തേട്ടൻ അച്ഛനോട് പറഞ്ഞാ? എന്നോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത് നിന്നോട് ഇപ്പൊ പറയാൻ പറ്റുമോ? അച്ഛനിപ്പൊ എന്നോട് പറയാൻ പറ്റില്ല എന്ന് പറയാനാണോ ഇങ്ങോട്ട് വന്നേ? അമ്മാവനെ പോണേ. ഞാൻ ചോദിക്കാം. അമ്മാവാ വിളിക്കല്ലേ? വിളിക്കാന്ന്. അതിന് ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താടാ? അമ്മാവരുണ്ട്. കടലിന്നകളിൽ എന്താ രണ്ടാളും കൂടി പറമ്പിലിരുന്നേ? ഒന്നുമില്ല. അച്ഛൻ പറഞ്ഞില്ലേ? ഇല്ല. അച്ഛൻ എന്താ പറഞ്ഞു? അച്ഛൻ പറഞ്ഞില്ലേ? എന്താണ്? എന്ത് പറഞ്ഞു? അച്ഛൻ പറയാണേ ജാതി മൂത്തില്ലെന്ന്. ജാതി മതൊന്നും പറയാൻ പറ്റിയ കാലല്ലടാ അത്. ഇതിനൊക്കെ പറയണേ? ഏത് ജാതി? ഏത് ജാതിയാണെങ്കിലും. നജീബിക്ക് എന്നോട് നുണ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തോ ചീഞ്ഞു നാറണുണ്ട്. ഇതപ്പോ വന്നു? ഞാൻ കുറച്ചു നേരമായി. എന്നിട്ട് എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നേ? അതെ, നമ്മുടെ അനന്തേട്ടനും കുമാരിയും തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് നീ ഒരു സംശയം പറഞ്ഞില്ലേ? പറഞ്ഞു. അതിന് ഇക്കനെ വഴക്കം പറഞ്ഞില്ലേ? പക്ഷെ അതിലെന്തോ കാര്യമുണ്ട്. തോന്നിയില്ല അങ്ങനെ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ. അപ്പൊ ഇക്ക സമ്മതിച്ചില്ലല്ലോ. നീ അത്ര ആർഭാടമാക്കാൻ നിക്കണ്ട. നീ അവരെ രഹസ്യമായിട്ടൊന്ന് വീക്ഷിക്കണം കേട്ടാ. അത് അല്ല, ഇപ്പൊ എന്താ പ്രശ്നം? അതെ, നമ്മുടെ ജ്വല്ലറി നടത്തുന്ന നജീബിക്ക ഉണ്ടല്ലോ, പുള്ളി എന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞ് അനന്തേട്ടൻ അവിടെ നിന്ന് അമ്മക്കാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്വർണ്ണവള മേടിച്ചെന്ന് പറഞ്ഞു. സ്വർണ്ണവളയോ? പക്ഷെ അമ്മയുടെ കയ്യിൽ അതില്ല. ഞാനിപ്പോ ചോദിച്ചപ്പോ അമ്മക്ക് അത് കിട്ടിയിട്ടില്ല. എന്നിട്ട് ആ വള എവിടെ? അത് കുമാരിക്ക് കൊടുത്തിട്ടുണ്ടാവും. കുമാരിക്കോ? നീ ഒന്ന് നോക്ക്. ഈ പുതിയ വളവെല്ലാം കൈ കിടപ്പണ്ടെന്ന് നോക്ക്. അവരുടെ നീക്കങ്ങളും ഒന്ന് നിരീക്ഷിക്ക്. ചിലപ്പോ സത്യം ഉണ്ടെങ്കിൽ അതില്. അത് ഞാൻ നിരീക്ഷിക്കാം. അത് മതി. എന്നാലും ഞാൻ അതല്ല ആലോചിക്കുന്നേ. പിന്നെ ആനന്ദേട്ടൻ കുമാരിയച്ചക്ക് വള വാങ്ങിക്കൊടുത്തല്ലോ. അങ്ങനെയാണ് കാര്യങ്ങള്. കണ്ട ഇക്ക എന്നെ പ്രേമിച്ചപ്പോ എനിക്കെന്ത് വാങ്ങിച്ചേ? അതിനുള്ള സമയം നീ എനിക്ക് തന്നാ. പേരെന്താന്ന് ചോദിച്ചപ്പോ തന്നെ ബേഗ് കൊടുത്ത് ചാടി പോന്നില്ലേ? ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. വള മേടിക്കാൻ നടക്കണം. എന്താ മോനെ? അയ്യോ, എന്താ പിടിക്കണം? ഒന്ന് പിടിക്കണം. എന്താ ഈ കാണിക്കണം? ഒന്ന് പിടിക്കണം. നാട് വെട്ടിക്കോ. അയ്യോ അയ്യോ അയ്യോ. അപ്പുണ്ണിയെ എന്താ ഈ എന്തായി? 2-3 ദിവസമായി തുടങ്ങിയിട്ട് എന്തോ ഹാല് കയറി തുള്ളയാണ്. പങ്കജാസിനെയും ബലരാമനെയും കാച്ചി കളയുന്നു. അത് വങ്കിയമ്മാവനും അച്ഛനും. എന്നാ തിരുമേനിനെ പറ്റുമോ?
അല്ല തിരുമേനി ഇവിടെ ഇരുന്നാ ഒഴിപ്പിക്കാൻ പറ്റുമോ മറ്റേ പരികർമ്മിക്ക്? എന്താ ഈ പറയുന്നത്? തിരുമേനിയെ ദേഷ്യം പിടിപ്പിക്കരുത്. പിന്നെ ഇപ്പൊ ഇവിടെ ഉള്ളവരാരും പറ്റില്ലെങ്കിൽ പിന്നെ ആകെ ഉള്ളത് ഇത് അമ്മാവനാണ്. അമ്മാവൻ പറ്റുമോ? ഞാൻ ഇങ്ങനത്തേനൊന്നും ഇരുന്ന് പരിചയമില്ല. പറ്റും. അമ്മാവൻ മതിയെന്നാ തിരുമേനി പറഞ്ഞേ. അല്ല മതിയാവണോണ്ടല്ല. അല്ല ഇപ്പൊ അമ്മാവനെ ഒഴിപ്പിച്ചാ നമുക്ക് അപ്പുവേട്ടന്റെ ബാധ പൊയ്ക്കോളൂ? പൊയ്ക്കോളും. അത് ഉത്തമമാവോ? തീർച്ചയായിട്ടും നോക്കട്ടെ. നോക്കിക്കോ അമ്മാവാ. ഇപ്പൊ അങ്ങനെ പറയണ സ്ഥിതിക്ക് എന്താ ചെയ്യണേ? അല്ലപ്പോ അത് ദോഷം ചെയ്യും. അത് ആർക്ക്? അല്ല പാർട്ടിക്കേ. ഇല്ല, പുറത്തൊന്നും അറിയില്ലല്ലോ. റഹീം അറിയാണ്ടൊന്നും നോക്കിയോട്ടാനെന്താ? പിന്നെന്താ, റഹീമൊന്നും അറിയില്ല. പങ്കിയാമെന്ന് അങ്ങോട്ട് ഇരുന്നോ. എന്താ ചെയ്യണ്ടത്? പ്രാർത്ഥിക്കുക. ഭഗവാനെ അവിടെ ഇരുന്നല്ല, ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ അവിടെ ഇരിക്കണല്ലേ? ഇവിടെ ഇരിക്കാം. ഒന്ന് വഴി കെട്ടി. ഫോണൊക്കെ അവിടെ വെച്ചോ. ഇല്ല അതൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ണടക്കം അവിടെ ഇരുന്നോട്ടെ. ഞാൻ അങ്ങോട്ട് ഇരിക്കാം. ആയിക്കോട്ടെ. അയ്യോ കുട്ടിയുടെ അതൊന്ന് മാറി കിട്ടിയാ മതി. അതെ അതെ. നിശബ്ദത. അല്ല ഞാനെന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നീ ഇപ്പോ ഒരു ഉച്ചാടനം, ആവാഹനം, ഒഴിപ്പിക്കല് അത് തന്നെ. അല്ല അതൊന്നും എനിക്കറിയില്ല. അത് തിരുമേനി ചെയ്തോളും, നിങ്ങളൊന്നും ചെയ്യണ്ട. ഒഴിഞ്ഞു പോയി തിരുമേനി ദേഷ്യം പിടിപ്പിക്കില്ല. വെറുതെ തല്ലുകൊണ്ട് ചാവാൻ നിക്കണ്ട. തല്ലിക്കൊല്ല് തിരുമേനി. അയ്യോ പങ്കിയാമാ, ഇതെന്താ ഇവിടെ വന്നിരിക്കണ്? ആയുസിന്റെ വലുപ്പം കൊണ്ട് ഇവിടെ ഇരിക്കണത്. എന്റെ അനന്ത നീറിയിട്ട് വയ്യാട്ടോയ്ക്ക് പുറം ഇത്തിരി കാറ്റുവെള്ളം വന്നിരുന്നാ ഞാൻ അവിടെ. എങ്ങനെയുണ്ട് അടി കിട്ടിയിട്ട്? നല്ല സുഖമുണ്ട്. ചൂരിലുണ്ട് അങ്ങോട്ട് പട്ടയ്ക്കുമ്പോ നല്ല സുഖല്ലേ നമുക്ക്. എന്താ ചെയ്യുന്നത്? പൊള്ളാനിക്ക് അടി കൊണ്ട് കൊടുത്ത്. ഈ ബാധ പൊഴിഞ്ഞു പോയില്ലെങ്കിൽ ഇപ്പൊ വീണ്ടും മന്ത്രവാദിനെ കൊണ്ടുവരണമെന്ന് അമ്മ പറയണ്. അന്ന് എന്നെ കൊണ്ട് നിർത്തി അങ്ങോട്ട് കൊന്നോ. ബാധ മറ്റുള്ളവർക്കൊക്കെ ഉള്ള ഇതിന് വയ്യായിക്കൊക്കെ എന്നെ വന്ന് തല്ലിക്കോളാൻ പറയും. എന്താ ചെയ്യണല്ലേ? നാടകം എന്ന് പറഞ്ഞാണ്ടല്ലോ എന്ത് സൂപ്പർ നാടകമായിരുന്നു അറിയോ. അതിലൊരു വില്ലൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു എന്നറിയോ? എന്തായിരുന്നു? നാടകം കണ്ട എല്ലാവർക്കും നായകനേക്കാളും ഇഷ്ടമായത് വില്ലനെയാ. അപ്പൊ നാടകത്തിന്റെ കഥ എന്തായിരുന്നു? നിനക്കിപ്പോ നാടകത്തിന്റെ കഥയാണോ അതോ ഞങ്ങളുടെ കഥയാണോ കേക്കണ്ടേ? അത് നിങ്ങളുടെ കഥ. എന്നാ അത് കേക്ക്. പറ. എന്നിട്ട് നാടകം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കൂടി സ്റ്റേജിന്റെ പിന്നിൽ പോയി. എന്തിന്? ഈ വില്ലനൊന്ന് കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുമ്പോണ്ട് വില്ലങ്ങനെ ഇറങ്ങിയായിരുന്നു. കാണണ വരവൊക്കെ മോളെ. ആരായിരുന്ന വില്ലെന്നറിയോ? ആരാ? ബലരാമേട്ടൻ. അച്ഛനോ? അച്ഛൻ വില്ലൻ. പോമേ അവിടുന്ന്. എടി സത്യായിട്ടും. അങ്ങനെ നാടകം കണ്ട് 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 ആ വില്ലൻ പിന്നെ എന്റെ ജീവിതത്തിലെ നായകനായി. എന്നിട്ട് ബാക്കിയാടാ? എന്നിട്ട് ബാക്കി എന്തു പറയാൻ? നിങ്ങളുടെ പ്രേമകഥ. അയ്യടി പ്രേമകഥ കേൾക്കാൻ നിക്കണ്. ആ പാത്രം കഴുകി വെച്ചിട്ടേ അരി അടുപ്പ് തരാൻ നോക്ക്. ഞാൻ പറയുന്ന കേക്ക്. എന്താണ്? അതല്ല, പിന്നെ ഞാൻ ഒന്ന് പറയട്ടെ. പറ. ഞാൻ സംശയിച്ചതും അമ്പിളിക്ക സംശയിച്ചതും കറക്റ്റാ. എന്ത്? അനന്തേട്ടനും കുമാരിയേച്ചിയും ലൈന്. എന്ത്? അവര് തമ്മിൽ പ്രേമാന്ന്. നീ കണ്ട? അനന്തേട്ടൻ അന്ന് വാങ്ങിച്ചോന്ന് പറഞ്ഞ വളയില്ലേ, അത് ഇട്ടിട്ട് കുമാരിയേച്ചി സർവേ ഓഫീസിൽ പോകാൻ അണിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ട്. ആ വള നീ കണ്ട കയ്യില്? പുതിയ വള. ഈ അനന്തരൻ എന്ത് കള്ളനാണല്ലേ. മാന്യനാണെന്നും പറഞ്ഞ് നടന്നിട്ട് അയൽവക്കത്ത് തന്നെ കൊളുത്തിയതേ. മാന്യന്മാരാന്ന് പറഞ്ഞു നടക്കുന്ന മിക്കവരും കള്ളന്മാരാ. എല്ലാവരും ഒന്നുമില്ല. നീ ഇവിടേക്ക് ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോണ്ട. പെണ്ണാ? നീ ഈ തറവാട്ടിലേക്ക് ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടോ ഇല്ലയോന്ന്? എന്തൊക്കെ അമ്മ പറയണത്?
എന്ത് പെണ്ണ് ആരെയും എവിടെ കൂട്ടിക്കൊണ്ടുവരണത്? ആരമ്മ എടുത്തതൊക്കെ പറഞ്ഞത്? ഷാഹിന പറഞ്ഞു. ഷാഹിനെ? ഷാഹിനക്ക് എങ്ങനെ മനസ്സിലായി? ആഹാ, അപ്പൊ ഉണ്ടല്ലേ? അതുകൊണ്ടല്ലേ ഷാഹിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് നീ ചോദിച്ചേ? ഷാഹിനക്ക് എവിടുന്നാണ് ഈ വിവരം കിട്ടിയതെന്ന്, ഈ പൊട്ട വിവരം കിട്ടിയത്? ഇല്ലാത്ത കാര്യം പറയാൻ ആളുകളെ പറ്റിയിട്ട്. അപ്പൊ അതില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരാളില്ലേ? എന്റെ അമ്മ എന്താണ് അമ്മക്ക്? അമ്മ പറയണാണ് കുറ്റം. സത്യം പറഞ്ഞാണിതാ. ആരെങ്കിലും ഉണ്ട് അങ്ങനെ നിന്റെ ജീവിതത്തില്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇനി അങ്ങനെ ഉണ്ടെന്ന് വെക്ക്, എനിക്ക് ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, അങ്ങനെ വിചാരിക്ക്. അപ്പൊ അമ്മ എന്ത് ചെയ്യും? വീട്ടിലുണ്ട് തുണ്ടാക്കൂടാ. ആഹാ, ആണോ? എന്നാ അങ്ങനെ ഇല്ല. വന്നപ്പോ മുതൽ തുടങ്ങിയ ടെൻഷനാണല്ലോ. എന്നാലും ഷാഹിൻ എങ്ങനെയും വളയുടെ കാര്യം അറിഞ്ഞു എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല. അത് മിക്കവാറും ഭംഗിയമ്മാവൻ അമ്പിളിയോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഭംഗിയമ്മനോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഏട്ടനത് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലെന്നേ, ഇനി ഭംഗിയമ്മയോട് പറഞ്ഞാൽ തന്നെ ഭംഗിയമ്മ അത് ഷാഹിന്റെ അടുത്ത് പോയിട്ട് പറയൊന്നുമില്ല. അതിനുള്ള ബുദ്ധിയൊക്കെ കേൾക്കുന്നുണ്ട്. ഇനിയിപ്പൊ അപ്പുണ്ണി എങ്ങാനും അറിഞ്ഞിട്ട്? പുണ്യം അറിഞ്ഞിട്ട് അല്ല, പുണ്യൊന്നും പറയില്ല. അപ്പുണ്യെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ പറയും എന്നോട്. പിന്നെ ഇതിപ്പോ എങ്ങനെയാ ഷാഹിനെ അറിഞ്ഞത്? ഇത് അമ്മാവനോട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്ന് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ പറഞ്ഞതാന്നേ. ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. അല്ലാതെ എങ്ങനെ അറിയാനാണ്? അതാ ഞാനും ആലോചിക്കുന്നത്. അതിപ്പോ എന്തായാലും ഇപ്പൊ എന്താ അറിഞ്ഞോണ്ടിപ്പോ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമില്ലേ? ഇനി എങ്ങാനും വേറെ ആർക്കെങ്കിലും വളം വാങ്ങിയോ? അല്ല, വെറുതെ തമാശ ചോദിച്ചതാ. അതെ, സംഗതി വേറെ എന്തൊക്കെയോ ഉരുണ്ട് കൂടുന്നുണ്ട്. ഒന്നും ഉരുണ്ട് കൂടുന്നില്ല. ആവശ്യമില്ലാത്തൊക്കെ ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവില്ല ഏട്ടാ. ഒരു വളയുടെ കാര്യമല്ലേ, അതൊക്കെ വിട്ടുകളാ. ഏട്ടൻ ഇവിടുത്തെ കാര്യം പറ. ഇവിടുത്തെ കാര്യം എന്താണ്? ഇവിടെ നമ്മൾ തീരുമാനിച്ചല്ലേ. അമ്മ വരുന്നില്ലാന്ന്, കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി നിന്നോളാന്നാ പറയുന്നത്. അയ്യോ, അത് മോശല്ലേ? ആന്നേ, ഞാൻ വിളിച്ചതല്ലേ, വരണ്ടേ? അല്ല, അത് വേണ്ട, അത് നിനക്ക് മോശമാണ്. ഏട്ടാ, എനിക്ക് വിളിക്കാനല്ലേ പറ്റുള്ളൂ. അമ്മ കുഞ്ഞമ്മയുടെ വീട്ടിൽ തന്നെ നിന്നോളാന്നാ പറയുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, അവിടെ നിൽക്കട്ടെ കുറച്ചു ദിവസം. നമുക്ക് അവിടെ പോയി എല്ലാം കൂടെ ഒന്ന് കലങ്ങി തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് വിളിക്കാം. അങ്ങനെ മതിയല്ലേ? പിന്നെന്താ? ഇതെന്താ ഇവിടെ അത്തക്കള ഇട്ടേക്കണേ? അത്തക്കള? ഓ, പൂജയാണോ? പൂജയൊന്നല്ല, ശവകുടീരാ. ആരുടെ? ആ തൊരപ്പന്റെ. ഏത് തൊരപ്പൻ? ഇവിടെ പറമ്പിലൊക്കെ ഓടി നടന്നില്ലായിരുന്നോ എന്നെ ശല്യപ്പെടുത്തിയിട്ട്? അതിന്റെ. ഓ, ആ കുരുത്തം കെട്ടിയ ചത്ത. കുരുത്തം കെട്ടതാ? അങ്ങനെയൊന്നും പറയല്ലോ കുമാരി, മരിച്ചവരെ കുറിച്ച്. പാവാത്. അപ്പൊ അങ്ങനെയോ? ആ പുണ്യേണ്ടല്ലേ ഈ പറമ്പ് മുഴുവൻ അതിന് ചീത്ത വിളിച്ചോണ്ട് നടന്നത്? ആ പുണ്യേണ്ട കപ്പ മാന്തി മറിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ ശരിയാ. അത് ഒറ്റക്ക് തിന്നാൻ വേണ്ടിട്ടല്ലേ, വിശന്നിട്ടല്ലേ. നമ്മൾ ആരെങ്കിലും കൊടുക്കും ഒറ്റക്ക്? ഇപ്പൊ നന്ദിരിക്കര മണിക്കൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കും, നീയും കൊടുക്കും. ഈ വീട്ടിൽ ചോദിക്കൂല, അവ ഏറ്റവും ഇഷ്ടമുള്ളത് തിന്നു. അത് അവരുടെ അവകാശല്ലേ. അല്ല പുണ്യേട്ടാ, ഇതിപ്പോ എങ്ങനെയാ ചത്തത്? വിഷം വെച്ചതാ? വിഷം വെക്കേ? ആര്? അത് വയസ്സായിട്ട് മരിച്ചതാ. വയസ്സായിട്ടോ? അങ്ങനെ മനസ്സിലായി? അത് കഴിഞ്ഞ ദിവസം കപ്പ മാന്താൻ വന്നപ്പോഴേ ഞാൻ അതിനെ ഓടിച്ചപ്പോ അതിന് ഓടാൻ വയ്യ. അതിനെന്തോ വയ്യായിണ്ട്, രോഗം ഉണ്ടാവും. രോഗല്ലേ? മിക്കവാറും കൊറോണ ആയിരിക്കും. കൊറോണ മൃഗങ്ങൾക്ക് ഉണ്ടാവുമോ? പിന്നെ മാസ്ക് വെക്കാതെ ഈ പറമ്പ് മുഴുവൻ ഓടിയെടുക്കല്ലേ വരും. കളിയാക്കണ്ടാട്ടാ, ഒരാൾ മരിച്ചു കിടക്കുക. എന്തായാലും അതിനത്ര യോഗമുള്ളൂ. ഇനിയിപ്പം മക്കളും ഭാര്യയൊക്കെ ഉണ്ടാവും അവിടെ. ശരിക്കും അപ്പുണ്ണേട്ടാ, ആ പുണ്യേട്ടനെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാവണില്ല. ചിലപ്പോ തോന്നും അപ്പുണ്ണേട്ടന് ഒരു കുന്തം അറിയില്ല. ചിലപ്പോ തോന്നും അപ്പുണ്ണേട്ടനെ പോലെ ഇങ്ങനെ അറിവുള്ള ഒരാള് വേറെ ഇല്ല. ശരിയാ കുമാരി, ചില സമയത്ത് എന്റെ മനസ്സിൽ എന്താന്ന് എനിക്ക് തന്നെ മനസ്സിലാവില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്റെ മനസ്സിൽ എന്താന്ന് അപ്പുണ്ണേട്ടൻ അറിയോ? അറിയോ? എന്നാ പറ എന്താന്ന്. പറയട്ടെ? സർക്കാർ ജോലി അല്ലേ? അറിയാ, സർക്കാർ ജോലി കിട്ടണമെന്നല്ലേ കുമാരിയുടെ എപ്പറ്റി ആഗ്രഹം. പിന്നെ ഞങ്ങളുടെ അമ്മാവനുണ്ട്, എല്ലാവർക്കും കൂടെ ഇവിടെ. ഞങ്ങൾ എല്ലാവർക്കും കൂടെ തന്നെ ഇവിടെ സൗകര്യമില്ല. പിന്നെ എങ്ങനെയാണ്? ഇല്ലില്ല, നോക്ക് വേറെ ഏതെങ്കിലും നോക്ക്, അതാ നന്നാവുക. ഇത് ഞാൻ അവിടുന്നേ പറഞ്ഞതാണല്ലോ, പിന്നെന്തിനാ വീണ്ടും വിളിച്ച് ചോദിക്കേണ്ടത്? ശരി, ഓക്കെ. എന്തോടി 24 മണിക്കൂർ അവന്റെ ചെവി പോണ
ഈ കണക്കിന് പോയാലേ അവന്റെ തലയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവും. ആരുടെ അനന്താ? ഒന്നും പറയണ്ട. എന്നാ പറയണ്ട. അല്ല അങ്ങനെയല്ല അച്ഛാ, ഞങ്ങളുടെ ഓഫീസിലേ ഒരു പുതിയ സ്ത്രീ ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു വാടകയ്ക്ക് വീട് അന്വേഷിക്കുകയാണ് ഇപ്പൊ ബാക്കി എല്ലാരും കൂടെ കൂടിയിട്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇവർക്ക് ഹസ്ബൻഡ് ഇല്ല. അത് ശരി. ചെറിയ 2 കുട്ടികളുണ്ട്. അപ്പോ അതിന് തഞ്ചത്തിലൊരു വീട് കിട്ടണ്ടേ. പിന്നെ ഒറ്റയ്ക്ക് ഇവര് താമസിക്കുക എന്ന് പറയുമ്പോ പെട്ടെന്ന് ആരും വീടും കൊടുക്കൂല. ഇല്ല. അപ്പൊ ഓഫീസിൽ തന്നെയുള്ള ആരൊക്കെയോ പറഞ്ഞു ആനന്ദ സാറിന്റെ വീട് വലിയ വീടാണ്, അതിനകത്ത് 2-3 റൂമുകളൊക്കെ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അനന്ത സാറിന്റെ വീട്ടിൽ തൽക്കാലം താമസിപ്പിക്കുകയാണെങ്കിൽ ഒരു വാടക വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങോട്ട് മാറാലോ എന്നൊക്കെയാണ് പറയണത്. അപ്പൊ ഞാനത് ആദ്യമേ അങ്ങ് എതിർത്തു. ആ പരിപാടിയെ നടക്കില്ല. കാരണം നമുക്കിപ്പോ ഇവിടെ ഒരാളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞ വലിയ പാടാ അത്. അതെ, അങ്ങനെ പറഞ്ഞു. അവിടെ സ്ഥലം എവിടെയാടാ? സ്ഥലം എവിടെയാന്ന് ചോദിച്ചില്ല അച്ഛാ. ഇവിടെ കുട്ടികളൊക്കെ തീരെ ചെറുതാ? തീരെ ചെറുതാന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ ഓഫീസിലുള്ളവര് പറയാണല്ലേ നമ്മുടെ സൗകര്യമുള്ളൊരു വീടാണെന്ന്. അതേന്നെ, ആരോ പറഞ്ഞാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അറിയണവരുണ്ടാവും. ഇത് കാലം കുറെ ആയിട്ടുള്ളൊരു തറവാടാണ്. ഇവിടെ അത്യാവശ്യം സൗകര്യമുള്ള ആൾക്കാർക്ക് അറിയുകയും ചെയ്യാം. അതെ. അപ്പൊ ആ നിലയ്ക്ക് നിന്റെ കൂടെ വർക്ക് ചെയ്യണ ഒരാൾക്ക് അങ്ങനെ ഒരു സൗകര്യം വേണമെന്ന് ചോദിച്ചപ്പോ ഒറ്റയടിക്ക് നീ അങ്ങോട്ട് വേണ്ടാന്ന് പറയണ്ടായിരുന്നില്ല. അവിടെ അച്ഛനും അമ്മയുണ്ടല്ലോ, അവരോടൊന്ന് ചോദിച്ചിട്ട് പറയാറുണ്ട് നിനക്ക്. അതൊന്നും നടക്കില്ല. എന്തിനാ ഈ വെറുതെ ആവശ്യമില്ലാത്ത മാരണങ്ങളൊക്കെ കേൾക്കാൻ നിൽക്കണേ? ആവശ്യമില്ലാത്ത മാറണമെന്നല്ലല്ലോ ഇപ്പൊ ഇത്. നിന്റെ കൂടെ ഉള്ള ഒരാളല്ലേ. എവിടെയെങ്കിലും പോയിട്ട് അവര് വാടകയ്ക്ക് താമസിച്ചോട്ടെ, നമ്മൾ എന്തിനാ അത് വെച്ച് കിട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കണ്? ഡ്രസ് ചെയ്തത് അത് 2-3 കൊണ്ടെന്നോളാൻ പറ. നീ എന്തിനാ തടസ്സം പറയണ? നമുക്ക് കഴിക്കാല്ല. അഞ്ഞടാ, തൽക്കാലം 2 മതിട്ടാ. എടി, അടുത്ത ദിവസം തൊട്ട് ഇവിടെ ഒരു കുടുംബം കൂടി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടി തികയൂല. കുടുംബോ? ആരാണെന്ന് അറിയാൻ പറ്റില്ല. അനന്തേട്ടന്റെ ഓഫീസിൽ ട്രാൻസ്ഫർ ആയിട്ട് വന്നാണ് പുതിയത്. അതേതാ? ഒരമ്മയും 2 മക്കളും. മക്കളോ? ഭർത്താവില്ല. അപ്പൊ ഇവിടെ അന്വേഷിച്ചിട്ടൊന്നും ഒരു വീട് നല്ലത് ഒത്തു കിട്ടിയില്ല. അപ്പൊ ഇവിടെ കുറെ റൂമുണ്ടല്ലോ, തൽക്കാലം ഒന്ന് ഇവിടെ അനന്തൻ സാറിന്റെ വീട്ടിൽ നിർത്തുമെന്ന് ഓഫീസിൽ എല്ലാവരും ചോദിച്ചു. അപ്പൊ അനന്തേട്ടന് താല്പര്യമൊന്നുമില്ല. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ സമ്മതിപ്പിച്ചപ്പോ കൊണ്ടുവന്ന് നിർത്ത്, ഒരു വീട് കിട്ടുന്നവരെ ഇവിടെ നിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു അനന്തേട്ടൻ വിളിച്ചോണ്ട് വരുമെന്നാണ്. ചെറിയ മക്കളാ? ചെറിയ മക്കള്, 2 ചെറിയ മക്കളും ഒരമ്മയും. ഹായ്, നല്ല രസമായിരിക്കും എല്ലാവരും ഇവിടെ വന്നാ. എന്ത് രസം! എനിക്കവരെ കളിപ്പിച്ചോണ്ടിരിക്കാലോ. നീ എന്തിനാ കണ്ണീ കണ്ടവരുടെ മക്കളെ കളിപ്പിച്ച് രസിക്കണത്? നമ്മുടെ മക്കളെ കളിപ്പിച്ച് നിനക്ക് സന്തോഷിച്ചൂടെ? എന്തേ? മോനാദ്യം കേബിൾ ഓഫീസിൽ പോയിട്ടേ 4 ക്യാഷ് ഉണ്ടാക്കാൻ നോക്ക്, എന്നിട്ട് നമുക്ക് നമ്മുടെ പിള്ളേരെ കളിപ്പിക്കാട്ടാ. അത് ശരി. അപ്പൊ കാശ് കണ്ടിട്ടാണ് നീ എന്നെ സ്നേഹിച്ചത്? ജീവിക്കണ്ടേ? അതൊക്കെ ഇങ്ങനെ നടന്നോളും. വാങ്ങിയ ദൈവം എരയും കൊടുക്കും. അങ്ങനെ നടക്കണ്ടാട്ടാ. ദൈവം തരും, നമ്മ വാങ്ങാത്തേ ഉള്ളൂ. കേട്ടിടത്തോളം വലിയ കുഴപ്പമില്ലാത്ത കൂട്ടരാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അമ്പിളിയൊക്കെ സൂചിപ്പിച്ചായിരുന്നു. ആനന്ദനെ ഒരു പൊട്ടിക്ക് സമ്മതിക്കണ്ടായിരുന്നില്ല. ഭർത്താവില്ലാത്തൊരു പെൺകുട്ടിയല്ലേ, 2 ചെറിയ കുട്ടികളും കൊണ്ട്. ഇവിടെ എത്ര മുറി ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിലിപ്പോ ഒരു മുറി കൊടുക്കണോണ്ട് നമുക്കിപ്പോ എന്താ? അല്ല, നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? എനിക്കെന്തിനാ വിരോധം? എനിക്കൊരു കൂട്ടാവല്ലോ. അപ്പൊ ഞാൻ നിനക്ക് കൂട്ടല്ലേ? അതല്ല അമ്മേ, പിള്ളേരൊക്കെ ആവുമ്പോ ഇവിടെ നല്ല രസമായിരിക്കൂലേ. അത് ശരിയാട്ടാ. പിള്ളേരുടെ ഒരു അനക്കം വന്നു കഴിഞ്ഞാലേ വീടിനും ഒരു ഐശ്വര്യ അല്ലേ? നീയേ സമയം പോലെ ഒരു കാര്യം ചെയ്യണം. ആ കുമാരീനെ വിളിച്ചോ. എന്താന്നറിയോ, ആ മുറി ഒന്ന് വൃത്തിയാക്കണം. എന്താ വൃത്തിക്കുറവ്? അടഞ്ഞു കിടക്കല്ലേ, മാറാലൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് നല്ലപോലെ വൃത്തിയായിട്ട് അടിച്ച് വൃത്തി. എന്റെ പെണ്ണെ വെറുതെ ഇരുന്ന വല്ല അസുഖം വരും, അതുകൊണ്ടാണ്. അമ്മ ഇങ്ങോട്ട് വന്നിരുന്നേ. അമ്മേ, അനന്തേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. നാളെ ചിലപ്പോ കൊട്ടലപ്പാട്ടേക്ക് പോകേണ്ടി വരും. ഇത്ര പെട്ടെന്നാ? എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ. എന്തിനാ ടെൻഷൻ അടിക്കണത്? അനന്തേട്ടന്റെ ഓഫീസിലെ സ്റ്റാഫാന്ന് പറഞ്ഞല്ലേ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ. അപ്പം പിള്ളേരെങ്ങാനും അനന്തേട്ടനെ അച്ഛാന്ന് വിളിച്ച എല്ലാം തീർന്നില്ലേ? ഓ, അത് ശരിയാണല്ലോ. മാളൂന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും.
പക്ഷെ കുഞ്ചുവിന്റെ കാര്യമാണ്. ആ അത് തന്നെ ഞാനും ആലോചിക്കുന്നേ. കുഞ്ചു മിക്കവാറും കൊളാക്കും അമ്മേ. ദൈവമേ, അവിടെ എങ്ങാനും വെച്ച് അനന്തേട്ടനെ കയറി അച്ഛനെങ്ങാനും കുഞ്ചു വിളിച്ചാല് അയ്യോ, എനിക്ക് ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു. അവനെങ്ങാനും കയറി അച്ഛന്ന് വിളിച്ച ഒരു ഐഡിയ ഉണ്ട് നമുക്ക്. എന്താ? കുഞ്ചു എങ്ങാനും അനന്തനെ അച്ഛന്ന് വിളിച്ചാല് മോള് പറഞ്ഞാ മതി, അവൻ ആരെ കണ്ടാലും അച്ഛന്ന് വിളിക്കൂന്ന് പറഞ്ഞാ മതി. ആ നല്ല ഐഡിയ ആണല്ലോ. നല്ല ഐഡിയ അല്ലേ വരുന്നത്? പോയമ്മേ, മനുഷ്യനിവിടെ തലയ്ക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴത്തേക്കും ഐഡിയ ആയിട്ട് വരുന്നത്. പോയി കിടന്നേ. നല്ലൊരു ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോ പറ്റൂലെങ്കിൽ വേണ്ട. ഭയങ്കര നല്ല ഐഡിയ. ഒരു പുതിയ നാടക സമിതിയിലെ ഓണറാണ്. അതെയാ? അടുത്ത വർഷം അഭിനയിക്കാൻ വേണ്ടി വിളിച്ചതാ. പോകണ്ടോ? എനിക്ക് പോകണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ അവന്മാര് സമ്മതിക്കുന്നില്ലല്ലോ. നാടകക്കാരോ? അല്ലടാ, എന്റെ മക്കള്. നീ അടുത്തവന്മാര്. എത്ര നന്നായി. അല്ല, എത്ര നന്നായി. ഇപ്പോഴത്തെ സാഹചര്യത്തിലെ അളിന് യാത്ര ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. നന്നായി അത്. അതെ അതെ. പിന്നെ ഏതാ കഥയുടെ കാര്യം പറഞ്ഞ കേട്ടല്ലോ? എടാ, ഞാൻ എഴുതിയ കഥയുടെ കാര്യം പറഞ്ഞതാ. അതെയോ? ഓ അത് ശരി. അല്ല, ആ കഥ നിന്നെ ഞാൻ വായിച്ചിട്ട് കേൾപ്പിച്ചിട്ടില്ലേ? ഞാൻ കേട്ടതാണല്ലോ. എന്തൊരു ആലോചിക്കാൻ വയ്യ എപ്പോഴും അത് കേട്ടത്. ഒരു പുതിയ കഥയുടെ ഒരു പകുതി എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അതാ ഞാൻ കേട്ടത്. അത് ഞാൻ കേട്ടതാ. അത് ഞാൻ കേട്ടതാ. അത് ഞാൻ ഓർത്തില്ല. അത് ഞാൻ കേട്ടതാ. ആന്നില്ലേ? അത് വായിച്ച് കേട്ടെടുത്തോളം അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല ഒരു വല്ലാത്തൊരു കഥയാണ് അത്. ഇതുവരെ വരാത്ത ഒരു കഥയാണ്. തീർക്കണം, അതെങ്ങനെങ്കിലും എഴുതി തീർക്കണം. ഇനി സമയം കിട്ടുന്നില്ല. ഇതിപ്പോ അളിയനെ അറിയാത്ത നാടക സമിതി അപ്പൊ വിളിച്ചത് അല്ലേ? എന്നെ അറിയാത്തോ? എത്ര വർഷത്തിനും എന്നെ അറിയുന്നതാ. അറിയണതാ, എന്നിട്ടും വിളിച്ചു. പക്ഷെ അവര് പുതിയായിട്ട് സമിതി തുടങ്ങിയപ്പോ ഇപ്പൊ എന്നെ അവരെന്നെ വിളിച്ചെന്നേ ഉള്ളൂ. എടാ, ഈ മക്കളെന്ന് പറയുന്നവർക്ക് ഒരു കലാബോധം ഇല്ലാതായി പോയല്ലോ. ഒന്നും പറയണ്ട. അറിയാതെ കാരണം ഇപ്പൊ 3 ഓരോ ജീവിതമാർഗമായി. എന്തുവാ? അല്ല, ഈ കലാപരമായിട്ടൊരു ചിന്തയില്ല. എന്തെങ്കിലും ജോലി ചെയ്ത് കുടുംബം നോക്കുക എന്ന് പറയുന്ന ഒറ്റ ചിന്തയായി. അല്ലാതെ കലാബോധം എന്ന് പറഞ്ഞാലേ ഇളയവനില്ലേ അമ്പിളിയെ, അവനെ ഞാൻ കൊച്ചുനാളി കുച്ചിപ്പിടിക്ക് ഉണ്ടാക്കിയതാ. അയ്യോ, അവിടെ ഈ കുച്ചിപ്പിടി ഈ കിണ്ണത്തിന്റെ പുറത്ത് കറിയുന്നുണ്ടേ, അങ്ങനെ ചവിട്ടുമല്ലോ. ചവിട്ടി ചാക്ക് എണ്ണ അടിച്ചോണ്ട് അവനിങ്ങ് പോരുന്നു. അയ്യോ, ഞാൻ അടിക്കാൻ പിടിച്ചപ്പം അവൻ എന്നോട് പറയാ, വീട്ടിൽ വന്ന് പഠിക്കാൻ വേണ്ടി അവൻ എടുത്തോണ്ട് വന്നാ പറഞ്ഞത്. എന്നാ ഇത് ഇന്ന് മുതൽ അങ്കിളാണ് നിങ്ങളെ. നാളെ നമ്മളൊരു വീട്ടിലേക്ക് പോകുന്നെന്ന് പറഞ്ഞില്ലേ അമ്മ? അതെങ്ങോട്ടാന്നറിയോ? ഇല്ല. അത് നമ്മുടെ അച്ഛന്റെ വീട്ടില് അല്ല, ഈ അങ്കിളിന്റെ വീട്ടിലേക്കാണ് നമ്മൾ നാളെ പോകുന്നത്. അതിനിത് അച്ഛനല്ലേ? ശരി, ഈ അച്ഛന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താന്നറിയോ? അവിടെ നിന്ന് ആരെങ്കിലും, അതായത് കുഞ്ഞുങ്ങളില്ലേ, കുഞ്ഞുങ്ങൾ ആരെങ്കിലും അച്ഛാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലേ രാത്രിയിൽ പ്രേതം വന്ന് കുഞ്ഞുങ്ങളുടെ കഴുത്തെ കയറിപ്പിടിക്കും. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാ അച്ഛാന്ന് അച്ഛനെ വിളിക്കാൻ പാടില്ല. കേട്ടോ? കേട്ടോ കുഞ്ചു? എന്ത് വിളിക്കണപ്പോ? എന്ത് വിളിക്കണം? അപ്പൊ അച്ഛനെ എന്താ വിളിക്കണ്ടേ? അങ്കിളെന്ന്. അപ്പൊ ഇതാരാ? അച്ഛൻ. നിന്നോടല്ലേ ഞാൻ പറഞ്ഞു രാത്രി വന്ന് പ്രേതം പിടിക്കുമെന്ന്? അച്ഛനെ വിളിക്കരുത്, അങ്കിളെന്നെ വിളിക്കാവുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രാത്രി എന്റെ കുഞ്ചുനെ വന്ന് പ്രേതം പിടിച്ചോണ്ട് പോയാ അമ്മയ്ക്ക് പിന്നെ ആരുണ്ട്? അതുകൊണ്ട് ഇനി വിളിക്കരുത്. ഓക്കെ? അപ്പൊ ഇതാരാ? അങ്കിൾ. മിടുക്കൻ. ഇത് അങ്കിള്. അങ്കിള് അങ്കിൾ 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 പറ. അങ്കിൾ 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 എന്നിട്ട് പറ. അങ്കിൾ 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 അങ്കിൾ. ഇവിടെ എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ അപ്പൊ വെറ്റയും പാക്കും വെച്ച് വിളിക്കും, കുമാരി ഇങ്ങോട്ട് വാ. എന്നിട്ട് കാര്യപ്പെട്ട കാര്യം എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ കുമാരി പോ, ഇവിടെ പാടില്ല, ഇനി ഇങ്ങോട്ട് വരണ്ട. പിന്നെ വിലക്കാര് അജ്ഞിയുടെ ഇതൊക്കെ മനസ്സിൽ വെച്ചേക്കല്ലേ? മനസ്സിൽ വെച്ചിട്ടുണ്ട്. കുമാരിജി വിഷമിക്കണ്ട, ഇതൊക്കെ പകരം വീട്ടാൻ ഒരു ദിവസം കിട്ടും. കിട്ടും കിട്ടും. കിട്ടിയ ആദ്യം പകരം വിട്ടണത് നിന്റെ അടുത്തായിരിക്കും. എന്തിന്? നീ കാരണല്ലേ എന്നെ ഇവിടുന്ന് പുറത്താക്കിയത്. ഞാൻ പാവല്ലേ കുമാരിജി? നീ തീരെ പാവല്ല. എനിക്കിപ്പോ ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോടി? ചൂടാവില്ലേ കുമാരിജി? കുമാരിജിക്ക് ഇവിടെ വരുന്നോണ്ടേ ചിലരൊക്കെ കാണാനുള്ള സൗകര്യം ഉണ്ടല്ലോ.
ആരെ കാണാൻ? അല്ല ഞങ്ങളെയൊക്കെ കാണാലോ. എനിക്ക് നിന്നെ കാണണ്ട, കഴിഞ്ഞില്ലേ? ഒന്നങ്ങനെ അങ്ങനെ ഇല്ല. ഈ തൂക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് അവരെപ്പ വരാനാണാവോ? എടി അനന്തേട്ടൻ എന്തോ ഫീൽഡ് വർക്കിന് പോയിരിക്ക. എന്നിട്ട് ഓഫീസിൽ പോയിട്ട് അവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുത്രേ. ഓ അനന്തേട്ടന്റെ റൂട്ട് മാപ്പ് ഒക്കെ പഠിച്ചു വെച്ചേക്കല്ലേ? എന്റെ മോളെ ആ പങ്കിയാമ്മ പറഞ്ഞ ഒരു പണിയും ചെയ്യാതെ ഇവിടെ ഇരിക്കുന്നുള്ളൂ, എല്ലാം അറിയാം. മനസ്സിലായി. ഇതെന്താ പരിപാടി? എന്തിനാ എല്ലാരും കൂടെ പുറത്തിറങ്ങിക്കണേ? ഞാനും അത് തന്നെ പറയായിരുന്നു അനന്തേട്ടാ. എന്തിനാ എല്ലാരും കൂടി പുറത്തിറങ്ങിക്കണേന്ന്. അപ്പൊ നീ ഇന്ന് പോയില്ലേ? ഞാൻ ഇറങ്ങാൻ നിൽക്കാണ്. എന്റെ പങ്കാമ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞൂടെ? ഞാൻ അവിടെ ഫീൽഡിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഈ വിളിച്ച് പറയണത്. എന്താ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം. ആനന്ദ ഉണ്ടാണ്ടിരിക്കേ. എന്തുകൊണ്ടാണ് മോളെ, ഞാൻ അനന്ത സാറിന്റെ ഓഫീസിലെ സ്റ്റാഫാ. ഇതെന്റെ മക്കള്. പേരെന്താ? ദേവിക. ഇവരൊക്കെ എല്ലാരും പരിചയപ്പെടാലോ, എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. പിന്നെന്താ? ആനന്ദ, ഞാൻ ആനന്ദൻ സാറിന്റെ അമ്മ സീതാലക്ഷ്മി. നമസ്കാരം. ഞാൻ അനന്ത സാറിന്റെ ഫാദർ, അച്ഛനാ ബലരാമൻ. പിന്നെ ഒരു ചെറിയ നോവലിസ്റ്റ് കൂടാ. നമസ്കാരം. ഞാൻ അനന്ത സാറിന്റെ ഇളയ അനിയൻ അമ്പിളി, മാധ്യമപ്രവർത്തനം, വിഷ്വൽ മീഡിയ. ഞാൻ അനന്തൻ സാറിന്റെ അനിയന്റെ ഭാര്യ ഷാഹിന. ഞാൻ അനന്തേട്ടന്റെ അനന്ത സാറിന്റെ അനിയനാ അപ്പുണ്ണി. എന്നാ പിന്നെ അറിയാലോ. അറിയില്ലല്ലോ. ഞാൻ പങ്കാമൻ. നമസ്കാരം. മക്കളുടെ പേരെന്താ? മോന്റെ പേരെന്താ? കൊഞ്ചു. കൊഞ്ചു? അത് മീനിന്റെ പേരല്ലേ? മോളെ പേരെന്താ? മാളു. മാളു, നല്ല പേരാട്ടാ. അമ്മേ, ഇതാണ് വീട്ടിലെ പ്രേതങ്ങള്. പ്രേതങ്ങളോ? അയ്യോ, അതെന്താന്നറിയോ, ഈ മോൻ കിടന്ന് ഉറങ്ങാൻ നേരത്തെ ഞാൻ എപ്പോഴും പറയും വെളിയിലെങ്ങും പോവാതിരിക്കാൻ വേണ്ടിട്ടേ എല്ലാ വീട്ടിലും ബാക്കിയുള്ള വീട്ടിലൊക്കെ ഉള്ളവരൊക്കെ പ്രേതങ്ങളാകൊണ്ട് പോരുന്നത്. അതുകൊണ്ട് അവൻ ഏത് വീട്ടിൽ ചെന്നാലും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രേതം. പുണ്യേട്ടാ. അമ്മേ, ഇതെന്താ ആലോചിച്ച് നിക്കണേ? ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മറന്നുപോയാ? അതല്ലടി, പിന്നെ ഞാൻ ആലോചിക്കായിരുന്നേ, ആ പിള്ളേര് കഞ്ഞി കുടിക്കുവോ? അവരുടെ വർത്താനം കേട്ടിട്ട് കഞ്ഞി കുടിക്കുന്ന മക്കളായിട്ട് തോന്നിയില്ല. അപ്പൊ ഈ നൂഡിൽസിന്റെ കാര്യം പറഞ്ഞു കേട്ടാ നീ. അപ്പൊ ഞാനിപ്പോ ഇനി ദോശ ഉണ്ടാക്കിയാൽ എങ്ങനെയാന്ന് ആലോചിക്കായിരുന്നു. അമ്മ അത് ദോശ ഉണ്ടാക്കി കൊടുക്ക്, അപ്പോഴല്ലേ അറിയുള്ളൂ. അല്ല, ഇനിയിപ്പോ ഇഷ്ടായില്ലെങ്കിലോ? ഇഷ്ടായില്ലെങ്കിൽ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്താലോ? അയ്യടാ, ചിക്കൻ ബിരിയാണി എന്ത് പറഞ്ഞാലും ചിക്കൻ. എളുപ്പം അമ്മേ. അതല്ല, അവര് നോൺ വെജ് കഴിക്കുമല്ലോ എന്ന് എങ്ങനെ അറിയാ? ഞാൻ ഓർത്തില്ല. അതന്നെ പ്രശ്നം. അതാണ് ഇപ്പൊ ഞാൻ ആലോചിക്കണേ. ഇനിയിപ്പൊ ദോശ ഉണ്ടാക്കിട്ടേ രാത്രി കഞ്ഞി കുടിച്ചോളായിരിക്കും അല്ലേ? അമ്മ ഉണ്ടാക്ക്, നമുക്ക് നോക്കാം. അതെന്ത് പ്രശ്നം എന്നറിയോ? നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം മോശാന്നെങ്ങാനും അനന്തന്റെ ഓഫീസിൽ അറിഞ്ഞാലേ ആർക്കാ നാണക്കേട്? അമ്മക്ക് ആണല്ലേ? അതെ. അതുകൊണ്ടേ അമ്മ തന്നെ ഉണ്ടാക്ക്, ക്രെഡിറ്റ് മൊത്തം അമ്മ എടുത്തോ. അയ്യടി മോളെ, നീ ഒരു കാര്യം ചെയ്യേ, ആ തേങ്ങ പൊടിച്ചിട്ട് അവിടെ നിന്ന് ചെലവ് ചട്നിക്കുള്ളത് ഞാൻ ദോശ ഉണ്ടാക്കാം. അതില്ലേ അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. അമ്മ ചട്നി ഉണ്ടാക്ക്, ഞാൻ ദോശ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.